Everyone. In today's class, I'm going to discuss about distributed control system. Distributed control system or DCS is a computerized control system for a process or a plant, usually with a large number of control loops in which autonomous controls are distributed throughout the system. That is, ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിനെ ഞാൻ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. സോ സെക്ഷൻ എനെ ഞാൻ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റം 1 ഉപയോഗിച്ചിട്ടും സിമിലർലി സെക്ഷൻ ബി ഈസ് കൺട്രോൾ യൂസിങ് എ കൺട്രോൾ സിസ്റ്റം 2 ആൻഡ് സെക്ഷൻ 3 കൺട്രോൾ ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? കൺട്രോൾ സിസ്റ്റം 3 ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ ഓരോ സെക്ഷൻസിനെയും സെപ്പറേറ്റ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാണ്. അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ കൺട്രോൾ സിസ്റ്റത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഓരോ സെക്ഷനിലേക്കും സെക്ഷൻ എയിലേക്ക് ഒരു കൺട്രോൾ സിസ്റ്റം, സെക്ഷൻ ബിയിലേക്ക് ഒരു കൺട്രോൾ സിസ്റ്റം, സെക്ഷൻ 3യിലേക്ക് ഒരു കൺട്രോൾ സിസ്റ്റം. അങ്ങനെ ഓരോ സെക്ഷനിലും സെപ്പറേറ്റ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു വേ ഓഫ് കൺട്രോളിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് ഇസ് എ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് DCS. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫീൽഡ് ഡിവൈസസ് കൺട്രോൾ ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? ഈ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. സിമിലർലി ഫീൽഡ് ഡിവൈസസ്, ഇവിടെയുള്ള ഫീൽഡ് ഡിവൈസസ് കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. സോ ഓൾസോ ഇവിടെ ഒരു സൂപ്പർവൈസറി ലെവൽ കൂടിയുണ്ട്. സോ ഈ സൂപ്പർവൈസറി ലെവൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൺട്രോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷനിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൂപ്പർവൈസറി ലെവൽ. സോ നെക്സ്റ്റ് സെൻട്രലൈസ്ഡ് കൺട്രോൾ സിസ്റ്റം. സോ സെൻട്രലൈസ്ഡ് കൺട്രോൾ സിസ്റ്റത്തിൽ ഒറ്റ കൺട്രോളർ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏരിയ 1, ഏരിയ 2, ഏരിയ 3 3 ഏരിയയും കൺട്രോൾ ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? ഈ സിംഗിൾ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഓൾ ദീസ് 3 ഏരിയാസ് ആർ കൺട്രോളിങ്. അപ്പം ഈ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു ദിസ് കൺട്രോളർ ഓർ എനി ഇറർ ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ഇറ്റ് വിൽ കോസ് ദി ഷട്ട് ഡൗൺ ഓഫ് ദി എൻറ്റയർ ഏരിയ. അതായത് ഏരിയ 1, ഏരിയ 2, ഏരിയ 3 3 ഏരിയൻ്റെയും ഷട്ട് ഡൗണിന് കാരണമാകും. അപ്പം എന്താണ് ഈ കൺട്രോൾ സിസ്റ്റത്തിൽ പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ ഏരിയ 1ഉം വർക്ക് ആവില്ല, ഏരിയ 2ഉം ഫങ്ഷൻ ചെയ്യില്ല, ഏരിയ 3യും ഫങ്ഷൻ ചെയ്യില്ല. സോ ഇൻ ഓർഡർ ടു ഓവർകം ദിസ് സിറ്റുവേഷൻ വി ആർ യൂസിങ് സെപ്പറേറ്റ് കൺട്രോളേഴ്സ് ഫോർ ഈച്ച് ഏരിയാസ്. അപ്പം ഓരോ ഏരിയാസിലും ഓരോ കൺട്രോളേഴ്സ് നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പം ഏരിയ 1ൽ ഒരു കൺട്രോൾ യൂസ് ചെയ്തു, അതേപോലെ ഏരിയ 2ൽ ഒരു കൺട്രോൾ യൂസ് ചെയ്തു, ഏരിയ 3ൽ ഒരു കൺട്രോൾ യൂസ് ചെയ്തു. അപ്പം ഈ ഒരു വേ ഓഫ് കൺട്രോളിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം ഈ കൺട്രോൾ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു എറർ സംഭവിക്കുകയാണെങ്കിൽ ഏത് ഏരിയ മാത്രമേ വർക്ക് ചെയ്യാണ്ടുള്ളൂ, ഫങ്ഷൻ ചെയ്യാതിരിക്കുള്ളൂ? ഈ ഏരിയ 1 മാത്രമേ ഫങ്ഷൻ ചെയ്യാതിരിക്കുള്ളൂ. ഏരിയ 2ഉം ഏരിയ 3യും ഫങ്ഷൻ ചെയ്യും. സോ അതാണ് ഏതിൻ്റെ പ്രത്യേകത? ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ആ ഏരിയ 1നെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റം 1 ഉപയോഗിച്ചിട്ടും, അതേപോലെ ഏരിയ 2 വേറൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. സിമിലർലി ഏരിയ 3 ഈസ് കൺട്രോൾഡ് യൂസിങ് ദിസ് കൺട്രോൾ സിസ്റ്റം. അതേപോലെ ഏരിയ 4ഉം കൺട്രോൾ ചെയ്യുന്നത് വേറൊരു കൺട്രോൾ സിസ്റ്റമാണ്. അപ്പം ഇതിൽ നിന്നുള്ള കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നുള്ള സിഗ്നൽസ് ഒരു ഫൈബർ കേബിൾ വഴി ഏതിലേക്ക്? ലാൻ കണക്ട് ചെയ്ത് സൂപ്പർവൈസറി ലെവലിലേക്ക് പാസ് ചെയ്യും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 വയേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് 2 വയേഴ്സ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏരിയയിലും 2 കൺട്രോളേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇൻ കേസ് ഒരു കൺട്രോളിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഫങ്ഷൻ ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു സെക്കൻഡറി കൺട്രോളും കൂടി എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്? ഓരോ ഏരിയയിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രൈമറി കൺട്രോളറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, കൺട്രോൾ സിസ്റ്റത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഈ സെക്കൻഡറി കൺട്രോൾ ഉപയോഗിച്ചിട്ട് ആ ഏരിയ ഫങ്ഷൻ ചെയ്യും. സോ അതുകൊണ്ടാണ് എല്ലായിടത്തും 2 വയേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇത് അതിൻ്റെ ഒരു സൂപ്പർവൈസറി ലെവലിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. നെക്സ്റ്റ് പ്രോസസ് കൺട്രോൾ യൂണിറ്റ് ഓഫ് DCS, ദാറ്റ് ഈസ് കൺട്രോൾ സ്റ്റേഷൻ. നമ്മൾ കൺട്രോൾ സിസ്റ്റം പാർട്ടാണ്. സോ ഈ കൺട്രോൾ സിസ്റ്റത്തിൽ ഇത് കൺസിസ്റ്റ് ഓഫ് പവർ മൊഡ്യൂൾസ്, സിമിലർലി CPU മൊഡ്യൂൾസ് ഉണ്ട്, പിന്നെ ഫീൽഡ് ബസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് ഉണ്ട്, അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ. ഇതൊക്കെ ഏതിലാണ്? കൺട്രോൾ സിസ്റ്റം ഇതിൽ കൺട്രോൾ സ്റ്റേഷനിലുണ്ട്. ഇനി ഈ കൺട്രോൾ സ്റ്റേഷനിൽ നമ്മൾ
ഫീൽഡ് ഡിവൈസസ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത് ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? കൺട്രോൾ സ്റ്റേഷനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് ഡിവൈസ് എന്നുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഏതിലേക്ക് പാസ് ചെയ്യും? ഈ കൺട്രോൾ സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യും. അപ്പം കൺട്രോൾ സ്റ്റേഷനിൽ പാസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ അത് പ്രോസസ്സ് ചെയ്യും. അതിനെ അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഏതിലേക്ക് പാസ് ചെയ്യും? ഈ ഫീൽഡ് ഡിവൈസിലേക്ക് പാസ് ചെയ്യും. സോ കൺട്രോൾ സിസ്റ്റം തന്നെ അതിനെ അനലൈസ് ചെയ്ത് ഇവിടുന്ന് ഫീൽഡ് ഡിവൈസിൽ നിന്ന് കിട്ടുന്ന ഈ സെൻസേഴ്സിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ ഈ കൺട്രോൾ സിസ്റ്റം അനലൈസ് ചെയ്ത് ദെൻ അത് ഫൈനലി അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള, അത് ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഫീൽഡ് ഡിവൈസിലേക്ക് പാസ് ചെയ്യും. സോ ഇതാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻജിനീയറിംഗ് സ്റ്റേഷൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ പിക്ചറിൽ, ഇതാണ് എൻജിനീയറിംഗ് സ്റ്റേഷൻ. ഇപ്പോൾ സൂപ്പർവൈസറി ലെവലിലുള്ളതാണ് ഒരു എൻജിനീയറിംഗ് സ്റ്റേഷൻ സൂപ്പർവൈസറി ലെവലിലാണ്. സോ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു PC ആവാം, ഇറ്റ് ക്യാൻ ബി എ PC ഓർ എ കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ PC ആവാം. സോ ഈ PC ഇവിടെ എൻജിനീയറിംഗ് സ്റ്റേഷനിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ, അതായത് കോൺഫിഗറേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുണ്ടെങ്കിൽ, അതേപോലെ പ്രോഗ്രാമിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുണ്ടെങ്കിൽ അതൊക്കെ ഏത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനീയറിംഗ് സ്റ്റേഷൻ ഇവിടെ നിന്നാണ് അത് ചെയ്യുന്നത്. ഈ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിലെ ചേഞ്ചസ് അതൊക്കെ ചെയ്യുന്നത് എൻജിനീയറിംഗ് സ്റ്റേഷനിലാണ്. സിമിലർലി ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഏതുപോലെയാണെന്ന് വെച്ചാൽ ഒരു HMI പോലെ ആക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ സിസ്റ്റത്തിലുള്ള ഫീൽഡിലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇത് ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. അതും ഒരു PC അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും. സോ അപ്പം അതിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഫീൽഡിലുള്ളതിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ. അതേപോലെ ഇവിടെയുള്ള നമ്മളെ ഫീൽഡിലുള്ള ടെമ്പറേച്ചറിൻ്റെ പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ ഓർ പ്രഷർ, അതേപോലെ വാട്ടർ ലെവൽ, അതിൻ്റെയൊക്കെ വാല്യൂസൊക്കെ നമുക്ക് എവിടെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും. അപ്പം ഒരു മോണിറ്ററിങ് ആൻഡ് കൺട്രോളിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഇതാണ് ഫീൽഡ് ഡിവൈസസ്. അപ്പോൾ ഈ ഫീൽഡ് ഡിവൈസസ് എന്നുള്ള സിഗ്നൽ, അതായത് സെൻസേഴ്സ് എന്നുള്ള സിഗ്നൽസ് എവിടത്തേക്ക് പാസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളിലേക്ക് പാസ് ചെയ്യും. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിനെ അനലൈസ് ചെയ്യും, അതേപോലെ പ്രോസസ്സ് ചെയ്യും. ദെൻ പ്രോസസ്സ് ചെയ്തിട്ട് ഫൈനലി അതിൻ്റെ ഔട്ട്പുട്ട് മൊഡ്യൂൾ അത് ഏതിലേക്ക് പാസ് ചെയ്യും? ഈ ഫീൽഡ് ഡിവൈസിലേക്ക് പാസ് ചെയ്യും. ഇവിടെ നിന്നുള്ള അനലൈസ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് ഈ ഇൻപുട്ടിന് പ്രൊപ്പോർഷണലായിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഔട്ട്പുട്ട് ഏതിലേക്ക് പാസ് ചെയ്യും? ഈ ഫീൽഡ് ഡിവൈസിലേക്ക് പാസ് ചെയ്യും വയ ഫീൽഡ് ബസ്. ഒരു ഫീൽഡ് ബസ് വഴി ഏതിലേക്ക് പാസ് ചെയ്യും? ഈ ഫീൽഡ് ഡിവൈസിലേക്ക് പാസ് ചെയ്യും. ഇനി എൻജിനീയറിംഗ് സ്റ്റേഷൻ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എൻജിനീയറിംഗ് സ്റ്റേഷൻ ഉണ്ട്, അതേപോലെ ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. സോ ഈ കൺട്രോൾ സ്റ്റേഷനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനീയറിംഗ് സ്റ്റേഷനിൽ പ്രോഗ്രാമിങ്ങിൽ മോഡിഫിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും വരുത്തണമെങ്കിൽ എൻജിനീയറിംഗ് സ്റ്റേഷനിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സിമിലർലി ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ആണ്. സോ എന്തെങ്കിലും അതിൻ്റെ പാരാമീറ്റേഴ്സും അതേപോലെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ദ പ്ലാന്റ് ഒക്കെ നമുക്ക് ഏതിൽ കാണാൻ പറ്റും? ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ കാണാൻ പറ്റും. സോ ഇവിടുന്ന് അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെയാണ് ഒരു DCS വർക്ക് ചെയ്യുക. അതായത് മെയിൻ കൺട്രോൾ എന്ന് പറയുന്നത് ഏതിൽ മാത്രമാണ്? നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് മാത്രമാണ്. അതായത് നമ്മൾ ഫീൽഡ് ഡിവൈസസ് എന്നുള്ള ഇൻപുട്ട് എവിടത്തേക്കാണ്? കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. കൺട്രോൾ സിസ്റ്റത്തിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് ഈ കൺട്രോൾ സിസ്റ്റം അതിന് പ്രൊപ്പോർഷണലായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഫീൽഡ് ഡിവൈസിലേക്ക് പാസ് ചെയ്യും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു കോൺഫിഗറേഷനോ അല്ലെങ്കിൽ കമ്മീഷനിങ്ങോ അല്ലെങ്കിൽ കൺട്രോൾ ലോജിക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുണ്ടെങ്കിലോ കോൺഫിഗറേഷൻസ് ചേഞ്ചസ് വരുത്തുണ്ടെങ്കിലും മാത്രമാണ് എൻജിനീയറിംഗ് സ്റ്റേഷൻസ് ഉപയോഗിച്ച് ചെയ്യുക. അതായത് സൂപ്പർവൈസറി ലെവലിലേക്ക് പാസ് ചെയ്യുന്നത്. അതേപോലെ ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ നമുക്കതിന് പ്ലാന്റിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ
ചെയ്യാനും ഏത് ഉപയോഗിച്ചിട്ട് പറ്റും, ഓപ്പറേറ്റിംഗ് സ്റ്റേഷനിൽ പറ്റും. കാരണം സൂപ്പർവൈസറി ലെവലിലേക്ക് ഏത് പാസ് ചെയ്യുന്നില്ല, നമ്മൾ ഫീൽഡിൽ നിന്നുള്ള ഇൻപുട്ട് പാസ് ചെയ്തിട്ട് അവിടെ അനലൈസിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എവിടെ മാത്രമാണ്, കൺട്രോൾ സിസ്റ്റത്തിൽ മാത്രമാണ്. അല്ലേ, ഓരോരോ ഫീൽഡ് ഏത് കൺട്രോൾ സിസ്റ്റമാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ കൺട്രോൾ സിസ്റ്റത്തിലാണ് അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം. സോ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ഗ്രിഡ്സിലുണ്ട്, ഇലക്ട്രിക്കൽ ജനറേഷൻ പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യും, ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി എൻവയോൺമെൻറ്റൽ കൺട്രോൾ സിസ്റ്റം, ട്രാഫിക് സിഗ്നൽസ്, റേഡിയോ സിഗ്നൽ, വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം, oil refining plants, chemical plants, sensor network. So these are the main applications of distributed control system. So that's all for today. Thank you.